എല്ലാവർക്കും നമസ്കാരം. പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ പൊത്താനിക്കട സർവീസ് സെൻറ്ററിൽ വന്നിട്ടുണ്ട് മോട്ടോർ സ്റ്റാർട്ടർ നോക്കാൻ, പ്രഷർ പമ്പിൻ്റെ. അതിൻ്റെ പ്രഷർ പമ്പ് കംപ്ലൈൻ്റ് ഉണ്ടെന്നും പറഞ്ഞ. എന്തൊരു കംപ്ലൈന്റ്? ട്രിപ്പായി പോയാണ്. ഏതാ മോട്ടോർ ട്രിപ്പായി പോകാൻ? ഏത് മോട്ടോർ? ഏതാ മോട്ടോർ ട്രിപ്പായി പോകാൻ? वीडियो में आए थे. कंप्लेंट किटी करते സ്വിച്ച് ബോർഡിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്, ട്രിപ്പായി പോവാ. ഭായി പറഞ്ഞ് MCB കയറ് കൊണ്ട് പൊക്കിയിട്ട് പണി ചെയ്യണം. കയറ് കൊണ്ട് MCB പൊക്കിയിട്ട് അങ്ങനെ പണി ചെയ്യണം ഭായി. MCB ട്രിപ്പായി പോവാ സ്വിച്ച് ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ ഭായി പറയണ കയറ് കൊണ്ട് കെട്ടിയിട്ട് പൊക്കിയിട്ട് അങ്ങ് പണി ചെയ്യാം. കുഴപ്പമുണ്ടോ? മൊത്തം കത്തിപ്പോവും. അടുത്ത പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. അർജുൻ അയച്ചിട്ട് മേടിക്കാൻ പോവാ. അർജുൻ സ്വിച്ച് മേടിച്ചിട്ട് വന്നു. അർജുൻ സ്വിച്ച് കിട്ടിയോ? വാ, ഇനി സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാ. 130 രൂപ സ്വിച്ച്. ആണോ? പവർ സ്വിച്ച് അതിൻ്റെ വില സ്വിച്ച് മാറ്റി വെച്ചു. സ്വിച്ച് ആയിരുന്നു കംപ്ലൈൻറ്റ്. നീ അടുത്ത പണിക്ക് പോവാ. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ വാഷ് ചെയ്ത് തുടങ്ങി. സ്റ്റാർട്ടർ മോട്ടോർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ വാഷ് ചെയ്ത് തുടങ്ങി. അതിന് നേരത്തെ സർവീസ് സെൻറ്ററിലുണ്ടായിരുന്നു. നന്നായിട്ട് വണ്ടി വാഷ് ചെയ്യണം. हेलो, पैसा कितना लेना है इधर का? स्विच बदली किया था इधर 130 रुपये स्विच है. वो तो इधर पैसा ले लेगा. वही है, स्विच बदली किया. ये स्विच बोर्ड का अंदर था. स्विच 5 बोर्ड का अंदर थोड़ा 300 टेप मारा था, चूहा काटा था. बढ़ते पानी कहीं വേറെ സ്ഥലത്ത് പോവാ. സെറ്റപ്പ് ആണല്ലോ അവിടെ. ആ അവൻ ഇപ്പോൾ കടയിലേക്ക് വന്ന മോട്ടർ നോക്കാൻ കുറേ പണിയുണ്ട് ഇവിടെ കടയിൽ. ഈ മോട്ടറൊക്കെ എല്ലാം നോക്കണം. ഇവിടെ ഫാനുണ്ട്, മിക്സി ഉണ്ട്. അർജുൻ മോട്ടർ നോക്കാം. വേറെ പറഞ്ഞ് മോട്ടർ നോക്കാൻ പോവാ. ഓടിച്ചു നോക്കിയോ? എന്നിട്ട് ഓടിയില്ലെങ്കിൽ അയച്ച് ഊനൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞ് വേറെ പണിക്ക് പോവാ. PVC ഫിറ്റിങ്സ് കുറേ മേടിച്ചിട്ടുണ്ട്. അത് മോട്ടറിൻ്റെ എക്സ്ട്രാ പൈപ്പ് ലൈൻ കൊടുക്കണം. ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യാൻ വന്നു. ഇത് റബ്ബർ തോട്ടാണോ? റബ്ബർ തോട്ടമായിരുന്നു. അതിന് നിറയ്ക്കാൻ പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. മോട്ടറിൻ്റെ കണക്ഷൻ അവിടെ പൊട്ടിച്ചിട്ട് 1 ഇഞ്ച് പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കണം. അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മളിന്ന് കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കാൻ പോവാം. കാണിച്ചു തരാം. മോട്ടറിൻ്റെ ഡെലിവറി ലൈൻ കട്ട് ചെയ്തിട്ട് ബെൻഡ് വാൽവ് വെച്ചിട്ട് വേറെ എക്സ്ട്രാ ലൈൻ കൊടുക്കാൻ പോവാം. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ.
അത് പൊട്ടിച്ചിട്ട് കണക്ഷൻ കൊടുക്കാൻ. വെള്ളം പറഞ്ഞ ഏതാ പൈപ്പ്? ഇപ്പോൾ മോട്ടർ അടിക്കുമ്പോൾ മാത്രം കിട്ടിയാൽ മതി വെള്ളം. ഇപ്പോൾ ഇത് പൈപ്പ് കട്ട് ചെയ്ത് ഫിറ്റിങ്സ് കൊടുത്തു, ടീ വെച്ചിട്ട് താഴെ വാൽവ് വെച്ചിട്ട് ഈ പൈപ്പ് കണക്ട് ചെയ്താൽ മതി. അർജുൻ പൈപ്പൊക്കെ ഹോസൊക്കെ എല്ലാം നിർത്തി, അത് ഫുള്ള് നിർത്തിയിട്ടിട്ട് ഇനി കണക്ഷൻ കൊടുത്തിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കണം. ഇനി ഇവിടെ വാൽവ് കൊടുത്തിട്ട് നേരെ അതിൻ്റെ അടിയിൽ പൈപ്പ് കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം ഇങ്ങനെ ചൂടാക്കിയിട്ട് കയറ്റിയാൽ മതി. പരിപാടി തീർന്നു. കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണിക്ക് പോവാം. ഇനി അടുത്ത പണിയുണ്ട് വേറെ, എവിടെയാണ് അറിയില്ല. മോട്ടർ അടിച്ചതൊന്ന് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കയറിപ്പോ. ഇപ്പം എല്ലാ ടൂൾസും എടുത്തു, പണി തീർന്നു. ഇനി മേലേക്ക് പോവാം. എവിടെ ഉണങ്ങനെ ഓണാക്കി നോക്കി, മോട്ടർ ഓണാക്കി അടിച്ചു. എന്നാൽ അടിച്ചു നോക്കി, അപ്പോൾ അടിച്ചു നോക്കി മേലിൽ കയറി അടിച്ചു. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് പോവാം. അവിടുത്തെ പണി കഴിഞ്ഞു. ഇനി കുട്ടമ്പുടൊക്കെ പോവാം. തട്ടക്കാട് കുട്ടമ്പുട മെയിൻ പടിയല്ല, ചെറിയ പടിയാ ഇത്. നെല്ലിമട്ടത്തെ ബൈപ്പാസ്. വലിയ പാറ മല. അല്ലെങ്കിൽ ഞായറാഴ്ച പറഞ്ഞു ആൾക്കാരൊക്കെ വന്നു. ബോട്ടിങ് തുടങ്ങി. ബോട്ടിങ് ഏരിയ ആണ് തട്ടകട. ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു. നല്ല ആൾക്കാർ വന്നു. തട്ടകട പാലം. നല്ല ആൾക്കാർ. അവിടെ നമ്മുടെ പമ്പ് ഹൗസ് ഇപ്പം ഉണ്ടല്ലോ, പാട്ടുപാട്ടിലെ പമ്പ് ഹൗസ്. നമ്മുടെ പണിക്ക് പോകാൻ അവിടെ ഇപ്പം അവിടെ എത്തണ്ട. ആവരിച്ചേരി പണി നിർത്തിയപ്പോ ആവരിച്ചാല് തട്ടകട മ്യൂസിയം, തട്ടകട അമ്പലം, പക്ഷി സംഘം ഇവിടുന്ന് എന്താ. കുട്ടമ്പുഴ വന്നു. ഇവിടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ്, അപ്പോൾ അത് നോക്കാനായിട്ട് വന്നു. ഇപ്പോഴത്തെ ഇപ്പോൾ വെള്ളം കയറി കിടക്കും. നേരത്തെ ഇവിടെ മൊത്തം വറ്റിച്ചേക്കുമായിരുന്നു, ഇപ്പോൾ മൊത്തം വെള്ളം കയറി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു വലിയ വരാൽ നിൽപ്പുണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോഴത്തേന് പോയി. ഞാൻ ഉള്ളിൽ കയറി നോക്കാം, കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കട്ടെ. ഞാൻ മോട്ടർ വെയിറ്റിംഗ് മോട്ടർ സ്റ്റാർട്ടർ, അതിൻ്റെ ഉള്ളിലെ കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ശരിയായി. ഇവിടുത്തെ പണി തീർന്നു. സ്റ്റാർട്ടറിൻ്റെ ഉള്ളിലെ കോണ്ടാക്റ്റിൻ്റെ പ്രശ്നമായിരുന്നു.
അങ്ങനെ നോക്കണം ബെസ്റ്റ് ഫസ്റ്റ് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. നല്ല വ്യൂ ആയി ഇവിടെ. റോഡ് സൈഡ് തന്നെ പുഴ. ഇവിടെ മെയിൻ റോഡ്. ആ ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി നേരെ കോതമംഗലം അടിവാട്. ബൈ 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 ഇനി ബൈ. അടുത്ത വീഡിയോ അടുത്ത നാളെ വീഡിയോ ഇടാം.